ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിः യജത്രാः സ്ഥിരൈരംഗൈः തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുഃ ഭദ്രം नो അഭിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. മുണ്ടകോപനിഷത്തിലെ ഒന്നാം മുണ്ടകത്തിലെ ഒന്നാം കാണ്ഡത്തിലെ 6-ാം മന്ത്രം. യത് തത് അദൃശ്യമഗ്രാഹ്യമഗോത്രമവർണമചക്ഷുശ്രോത്രം തത് പാണിപാദം നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം തദവ്യയം യദ്ഭൂതയോനിം പരിപശ്യന്തി ധീരാഃ. യത് തത് ഏതാണോ അത്, അദൃശ്യം അദൃശ്യം ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിപ്പാൻ കാണാൻ വഹിയാത്തതും പറ്റാത്തതും, അഗ്രാഹ്യം കർമ്മേന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതും ഗ്രഹിക്കാൻ കഴിയാത്തതും, അഗോത്രം ഗോത്രം ഇല്ലാത്തതും മൂലമില്ലാത്തതും, അവർണം സ്ഥൂലത്വം മുതലായ ശുക്ലത്വം മുതലായുള്ള ദ്രവ്യധർമ്മങ്ങൾ ഒന്നും ഇല്ലാത്തതും, അചക്ഷുശ്രോത്രം ചക്ഷുസും ശ്രോത്രവും ഇല്ലാത്തതും, കണ്ണും കാതും ഇല്ലാത്തതും, അപാണിപാദം കൈകാലുകളോട് കൂടാത്തതും കൈകാലുകൾ ഇല്ലാത്തതും, നിത്യം നിത്യവും നാശമില്ലാത്തതും, വിഭും വിവിധ രൂപത്തിൽ ഇരിക്കുന്നതും, സർവഗതം സർവഗതനും ആകാശം പോലെ സർവത്ര വ്യാപിച്ചിരിക്കുന്നതും ആയ ഭൂതയോനിം ഭൂതയോനിയെ സർവഭൂതഗണങ്ങളുടെയും കാരണത്തെ, ധീരാഃ ധീരന്മാർ ബുദ്ധിമാന്മാർ വിവേകികൾ, യയാ ഏതൊരു വിദ്യ കൊണ്ട്, പരിപശ്യന്തി എല്ലാത്തിൻ്റെയും ആത്മാവായി കാണുന്നുവോ, സാ അതാകുന്നു പര പര എന്ന് പറയുന്ന വിദ്യ. വിധി വിഷയത്തിൽ വാക്യാർത്ഥം അറിഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം കർത്താവ് മുതലായ പല കാരകങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പിന്നെ ഒരിക്കൽ അനുഷ്ഠിക്കേണ്ടവയായിട്ട് അഗ്നിഹോത്രം മുതലായ കർമ്മങ്ങൾ ഉണ്ട്. എന്നാൽ പരവിദ്യാ വിഷയത്തിൽ അങ്ങനെ വേറെ ഒരിക്കൽ അനുഷ്ഠിക്കേണ്ടതായി യാതൊന്നും ഇല്ല. വാക്യാർത്ഥജ്ഞാനത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു. എന്തെന്നാൽ ശബ്ദങ്ങൾ പ്രകാശിപ്പിക്കുന്ന അർത്ഥങ്ങളെ സംബന്ധിച്ചുള്ള ജ്ഞാനത്തിൽ ഉള്ള നിഷ്ഠ മാത്രമല്ലാതെ അതിൽ കൂടുതലായി യാതൊന്നും വേണ്ട. അതുകൊണ്ട് ഇവിടെ പരവിദ്യയെ വിശേഷണത്തോടു കൂടിയ അക്ഷരബ്രഹ്മത്തെ കൊണ്ട് വിശേഷിപ്പിക്കുന്നു. ആ അക്ഷരബ്രഹ്മം 5 ബുദ്ധീന്ദ്രിയങ്ങളെ കൊണ്ടും ഗ്രഹിക്കാൻ കഴിയാത്തതാകുന്നു. ബാഹ്യമായ ദർശനക്രിയ ചക്ഷുരാദികളായ 5 ബുദ്ധീന്ദ്രിയങ്ങൾ വഴിയായിട്ടാണല്ലോ നടക്കുന്നത്. കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടും അതിനെ ഗ്രഹിക്കാൻ കഴിയുകയില്ല. അതിന് അന്വയിക്കുന്നതിന് മൂലമായി യാതൊന്നും ഇല്ലതാനും. സ്ഥൂലത്വം മുതലായും ശുക്ലത്വം മുതലായുള്ള ദ്രവ്യധർമ്മങ്ങൾ വർണ്ണങ്ങൾ എന്ന് പറയപ്പെടുന്നു. അവയൊന്നും ഈ അക്ഷരബ്രഹ്മത്തിന് ഇല്ല. ജന്തുക്കൾക്ക് നാമരൂപങ്ങളെ ഗ്രഹിക്കുന്നതിനുള്ള കാരണങ്ങളായ ചക്ഷുസും ശ്രോത്രവും, ചക്ഷുസും കണ്ണുകളും കാതുകളും ശ്രോത്രവും അക്ഷരത്തിനില്ല. യഹ് സർവജ്ഞ സർവവിത്ത്, അങ്ങനെയുള്ള ഈ പരമാത്മാവ് സർവജ്ഞനും സർവസാക്ഷിയുമാകുന്നു എന്നും മറ്റും ചേതനയുള്ളതായി വിശേഷണം ചേർത്തിരിക്കുന്നതുകൊണ്ട് സംസാരികളെപ്പോലെ ചക്ഷുസ് മുതലായ കാരണങ്ങളെ കൊണ്ട് കാര്യങ്ങളെ സാധിക്കുന്നതാണെന്ന് തോന്നുന്നതിനെ ഇല്ലാതാക്കാനായിട്ടാണ് ചക്ഷുസും ശ്രോത്രവും ഇല്ലെന്ന് പറഞ്ഞത്. പശ്യത്തചക്ഷു സ ശൃണോത്യകർണ, അവൻ കണ്ണില്ലാതെ കാണുകയും
കാതില്ലാതെ കേൾക്കുകയും ചെയ്യും എന്നും മറ്റും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആ അക്ഷരത്തിന് കൈകളും കാലുകളും ഇല്ല, കർമ്മേന്ദ്രിയങ്ങൾ ഒന്നും ഇല്ലെന്ന് സാരം. ഇങ്ങനെ ഗ്രഹിക്കുകയോ ഗ്രഹിക്കപ്പെടുകയോ ചെയ്യാത്താകയാൽ അത് നാശമില്ലാത്തത് നിത്യമായിട്ട് നശ്വരമായിരിക്കുന്നതാകുന്നു. അനശ്വരമായിരുന്നു, നാശമില്ലാത്തത് അനശ്വരമായിട്ടുള്ളതാകുന്നു. അത് ബ്രഹ്മാവ് മുതൽ സ്ഥാവരങ്ങൾ വരെയുള്ള പ്രാണിഭേദങ്ങളുടെ രൂപത്തിൽ പല വിധത്തിലായിത്തീരുന്നതും ആകാശം പോലെ സർവത്ര വ്യാപിച്ചിരിക്കുന്നതുമാണ്. ആകാശം, വായു മുതലായവയ്ക്ക് ഒന്നിനൊന്നിന് സ്ഥൂലത്വം കൂടിക്കൂടി വരുന്നത് കാരണം ശബ്ദം മുതലായവയാണ്. ഈ അക്ഷരത്തിനാകട്ടെ ശബ്ദാദികൾ ഒന്നും ഇല്ല. അതിനാൽ ഇത് ഏറ്റവും സൂക്ഷ്മമാകുന്നു. ഇപ്രകാരമെല്ലാമുള്ള സ്വഭാവത്തോടു കൂടിയതാകയാൽ തന്നെ ഇതിനു വ്യയം, കുറവ്, മാറ്റം വരുന്നില്ല. അംഗമില്ലാത്ത വസ്തുവിന് ശരീരത്തിനെന്ന പോലെ അംഗം ക്ഷയിക്ക എന്നുള്ള വ്യയം ഉണ്ടാകുകയില്ലല്ലോ. രാജാവിനെന്ന പോലെ ഭണ്ഡാരത്തിൽ കുറവ് വരിക എന്നുള്ള വ്യയവും ഉണ്ടാകുവാൻ തരമില്ല. ഗുണമില്ലാത്തതാകയാലും സർവാത്മകമായതുകൊണ്ടും ഗുണം വഴിക്കുള്ള വ്യയം വരുവാനും തരമില്ല. ഇപ്രകാരമുള്ള ലക്ഷണങ്ങളോടു കൂടിയതും സ്ഥാവര ജംഗമങ്ങൾക്ക് പൃഥിവി എന്ന പോലെ സർവഭൂതങ്ങൾക്കും കാരണമായിരിക്കുന്നതുമായ അക്ഷരബ്രഹ്മത്തെ വിവേകശാലികളായ ബുദ്ധിമാന്മാർ എല്ലാത്തിനും ആത്മാവായി കാണുന്നു. ഈ വിധമുള്ള അക്ഷരത്തെ അറിയുന്നത് ഏത് വിദ്യ കൊണ്ടാണോ അതാണ് പരവിദ്യ എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് സാരം. അപ്പോൾ ഇവിടെ പറയുന്നത് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങൾക്കും വിഷയമല്ലാത്തതാണ് ഈ പരവിദ്യ എന്നുള്ളത്. അതിന് മൂലം ഇല്ല, സ്ഥൂലത്വം, ശുക്ലത്വം എന്നീ ദ്രവ്യധർമ്മങ്ങളും ഒന്നുമില്ല. കണ്ണുകൊണ്ട് കാണാനും പറ്റില്ല, കാതുകൊണ്ട് കേൾക്കാനും പറ്റില്ല. അതിനൊരിക്കലും നാശമില്ല. എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നതും എല്ലാത്തിനും കാരണമാണ് എന്നുള്ളതുകൊണ്ട് ബുദ്ധിമാന്മാർ, വിവേകികൾ, അവർ എല്ലാത്തിൻ്റെയും ആത്മാവായി ഏതൊന്നിനെയാണോ കാണുന്നത് അതിനെയാണ് പര എന്ന് പറയുന്ന വിദ്യ എന്നാണ് ഇവിടെ പറയുന്നത്.